നമസ്കാരം. പ്രധാന വാർത്തകൾ. ഓണാഘോഷം വേണ്ടെന്ന അധ്യാപികയുടെ ഓഡിയോ സന്ദേശം, പരാതി നൽകി ഡിവൈഎഫ്ഐ. ഓണാഘോഷം വേണ്ടെന്ന അധ്യാപിക, രക്ഷിതാക്കൾക്കയച്ച ഓഡിയോ സന്ദേശം പുറത്ത്. ഓണം ഇതര മതസ്ഥരുടെ ആഘോഷമാണെന്നാണ് രക്ഷിതാക്കൾക്കയച്ച ഓഡിയോ സന്ദേശത്തിൽ അധ്യാപിക പറയുന്നത്. തൃശൂർ കടവല്ലൂർ സിറാജുൽ ഉലൂം സ്കൂളിലെ അധ്യാപികയാണ് ഓണാഘോഷം വേണ്ടെന്ന് രക്ഷിതാക്കളോട് പറഞ്ഞത്. സംഭവത്തിൽ ഡിവൈഎഫ്ഐ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. ക്രിക്കറ്റ് ബാറ്റിനുള്ളിൽ കഞ്ചാവ് കടത്തിയ യുവാവിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലാണ് യുവാവ് പിടിയിലായത്. പശ്ചിമബംഗാൾ സ്വദേശിയായ റബിഹുൽ ഹക്കാണ് അറസ്റ്റിലായത്. 16ഓളം ക്രിക്കറ്റ് ബാറ്റുകൾക്കുള്ളിൽ കഞ്ചാവ് നിറച്ചു കടത്താനായിരുന്നു ഇയാളുടെ ശ്രമം. 15 കിലോയോളം കഞ്ചാവാണ് എക്സൈസ് സംഘം പിടികൂടിയത്. ക്രിക്കറ്റ് ബാറ്റിനുള്ളിൽ കഞ്ചാവ് കടത്തുന്നതായി എക്സൈസിന് രഹസ്യവിവരം ലഭിച്ചിരുന്നു. തുടർന്ന് എക്സൈസ് സംഘം റെയിൽവേ സ്റ്റേഷനിൽ ഇയാളെ കാത്തുനിൽക്കുകയായിരുന്നു. കസ്റ്റഡിയിലെടുത്ത യുവാവിനെ ചോദ്യം ചെയ്തു വരികയാണ്. അയൽവാസികൾ തമ്മിൽ സംഘർഷം, യുവാവിന് വെട്ടേറ്റു. മലപ്പുറം കുറ്റിപ്പുറത്താണ് സംഭവം. കൊടക്കല്ല് സ്വദേശി വിഷ്ണുവിനാണ് കഴുത്തിന് വെട്ടേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ വാളാഞ്ചേരി നടക്കാവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വിഷ്ണുവിന്റെ അയൽവാസിയായ മനീഷാണ് വെട്ടിയത്. വിഷ്ണുവും മനീഷും തമ്മിൽ മാസങ്ങൾക്ക് മുമ്പ് തല്ലുകൂടിയിരുന്നു. ആ കേസിൽ ശിക്ഷ കഴിഞ്ഞ വിഷ്ണു ഇന്നാണ് ജയിലിൽ നിന്നും ഇറങ്ങിയത്. വൈകിട്ടാണ് വീണ്ടും ഇരുവരും തമ്മിൽ സംഘർഷമുണ്ടായത്. സംഘർഷത്തിനിടെ മനീഷ് കയ്യിൽ കരുതിയ ആയുധം കൊണ്ട് വിഷ്ണുവിനെ വെട്ടി. മനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വാഹനാപകടത്തിൽ വയോധികയ്ക്ക് ദാരുണാന്ത്യം. ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് സ്കൂട്ടർ യാത്രക്കാരി മരിച്ചത്. ചെറുകുന്ന പോസ്റ്റ് ഓഫീസ് ഏജന്റായ കണ്ണപുരം സ്വദേശി ശൈലജയാണ് മരിച്ചത്. 63 വയസ്സായിരുന്നു. കണ്ണൂർ കണ്ണപുരത്താണ് അപകടം നടന്നത്. ശൈലജയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും. മണ്ണിടിച്ചിൽ, വാഹനങ്ങൾ താമരശ്ശേരിയിൽ നിന്ന് വഴിതിരിഞ്ഞു പോകണം. താമരശ്ശേരി ചുരം വ്യൂ പോയിന്റിന് സമീപം മണ്ണിടിച്ചിൽ. വയനാട്ടിലേക്കുള്ള വാഹനങ്ങൾ താമരശ്ശേരിയിൽ നിന്നും തിരിഞ്ഞു പോകണമെന്ന് പോലീസ്. താമരശ്ശേരി ചുരം കയറേണ്ട വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്ത് നിന്നും തിരിഞ്ഞ് പേരാമ്പ്ര കുറ്റ്യാടി ചുരം വഴി തിരിച്ചു പോകണമെന്ന് പോലീസ് അറിയിച്ചു. ചുരം വഴി കാൽനടയാത്ര പോലും സാധ്യമല്ല.